ശ്വസിക്കാൻ ഗുണനിലവാരമുള്ള വായുവില്ലാതെ വലയുന്ന ഡൽഹിക്കാരെ നാം പലകുറി കണ്ടിട്ടുണ്ട്, ആ വാർത്ത കേട്ടിട്ടുമുണ്ട്. പക്ഷേ ആ ശ്വാസം മുട്ടൽ അങ്ങ് അകലെയല്ല, ഇപ്പോൾ ഇനി കേരളത്തിലും എത്തിയിരിക്കുന്നു. മലിനവായു കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിയെയും പൊതിഞ്ഞു തുടങ്ങി. പുകമഞ്ഞിൻ്റെ മറ നീക്കി നഗരമൊന്ന് തെളിഞ്ഞു വരാൻ രാവിലെ 10 മണിയെങ്കിലും ആകണമെന്നതാണ് അവസ്ഥ. കൊച്ചിയിൽ വായു ഗുണനിലവാരം അനാരോഗ്യ വിഭാഗത്തിലാണിപ്പോൾ. ഡിസംബറിലെ മഞ്ഞുകാലമാണെന്നും തണുത്ത കാലാവസ്ഥയാണെന്നും തോന്നിയേക്കാം. പക്ഷേ കാര്യങ്ങളത്ര പന്തിയല്ല. അന്തരീക്ഷത്തിലെ മാലിന്യവും പൊടിയും ചേർന്ന പ്രതിഭാസമാണ് പുകമഞ്ഞ്. അതാണ് കൊച്ചിയെ പതിയെ വിഴുങ്ങാനൊരുങ്ങുന്നത്. കൊച്ചി നഗരത്തിൽ രാവിലെ 10 മണിവരെയെങ്കിലും പുകമഞ്ഞെന്ന പ്രതിഭാസം ഏറിയും കുറഞ്ഞും ഭൂരിഭാഗം സ്ഥലങ്ങളിലും നിലനിൽക്കുന്നു. ഡിസംബറിലെ മഞ്ഞിനൊപ്പം അന്തരീക്ഷ മലിനീകരണവും വാഹനങ്ങളിലെ പുകയും പൊടിപടലവും ചേരുമ്പോൾ പുകമഞ്ഞ് രൂക്ഷമാവുകയാണ്. കൊച്ചിയിലെ വായു ഗുണനിലവാരം കുറഞ്ഞു വരുന്നു. നല്ല വായു ഗുണനിലവാരം 50 ആണെങ്കിലും കൊച്ചിയിൽ 150നും 200നും ഇടയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഗുണനിലവാര സൂചിക. നമ്മൾ സ്ഥിരം ഈ വഴിയാണ് ഓടുന്നതാണ്, ഒരു 5 to അല്ലെങ്കിൽ 8 കിലോമീറ്റർ ആവറേജ് ഓടുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതായത് നമ്മളൊരു 3-4 കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു കിതപ്പും. അപ്പോൾ ഞാൻ പിന്നെ ഒരു റൗണ്ട് അടിച്ച് പെട്ടെന്ന് വീട്ടിൽ കയറാൻ പതിവ്. അപ്പം നമ്മൾ പക്ഷേ എയർ ഇൻഡെക്സ് ക്വാളിറ്റി നോക്കുന്നില്ല. പിന്നെ പത്രത്തിലും വാട്സാപ്പിലൊക്കെ കാണുമ്പോഴാണ് അറിയുന്നത് എയർ ഇൻഡെക്സ് ക്വാളിറ്റി ഇത്ര മോശമാണ്. എന്തായാലും അത് നമ്മുടെ ഡെയിലി റൊട്ടീനിലും ബാധിച്ചിട്ടുണ്ട്. ഗർഭിണികളും കുട്ടികളും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും മാസ്ക് ധരിക്കണമെന്നും വിദഗ്ധർ പറയുന്നു. എന്നാൽ വായു ഗുണനിലവാരം പരിശോധിക്കുന്ന ഉപകരണങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. വ്യവസായശാലകൾ അടുത്തുണ്ടെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന എമിഷൻസ്, അവിടെ നിന്നുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഇറക്കുകയും അത് ജലബാഷ്പവുമായിട്ട് ചേർന്ന് സ്മോഗായി താപനില കുറയുമ്പോൾ സ്മോഗായി മാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പ്രധാന പ്രശ്നം വരുന്നത് കുട്ടികൾക്കും പ്രായമായവർക്കാണ്. ഇവർക്ക് രാവിലെ 10 മണിവരെ പുറത്തു പോകാനായിട്ടുള്ള പ്രയാസം ഇതുമൂലം അനുഭവപ്പെടുന്നുണ്ട്. ഏലൂർ, ഇടയാർ, കരിമുകൾ, അമ്പലമുകൾ എന്നീ വ്യവസായ മേഖലകളിലാണ് കൂടുതൽ പ്രതിസന്ധി. രാവിലെ നടക്കാനിറങ്ങുന്നവർ ഉൾപ്പെടെ മാസ്ക് ധരിക്കണമെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കാലാവസ്ഥ വിദഗ്ധർ വിലയിരുത്തുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി കൊച്ചിയിൽ മാത്രമല്ല മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ ചൂട് കുറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചെന്നൈ തീരത്തുണ്ടായ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി മേഘാവൃതമായ അന്തരീക്ഷമാണ്. മഞ്ഞിനൊപ്പം അന്തരീക്ഷത്തിലെ പൊടിപടലവും മലിനീകരണവും ചേരുമ്പോൾ അത് ആരോഗ്യത്തിനും നല്ലതല്ല. വ്യവസായശാലകളിലെ പുകപരിശോധനയും വാഹനങ്ങളിലെ പുകപരിശോധനയും കൃത്യവും കാര്യക്ഷമമാക്കണം. ഇല്ലായെങ്കിൽ അധികം വൈകാതെ മറ്റൊരു ഡൽഹിയായി കൊച്ചി മാറിയേക്കുമെന്ന മുന്നറിയിപ്പാണ് ഈ കണ്ടത്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.